തിരുവനന്തപുരം KSRTC ബസ്സും ജീവനക്കാരുമില്ലാതെ ഞങ്ങൾക്ക് എന്താഘോഷം എന്നാണ് കോഴഞ്ചേരി നിവാസികൾ ചോദിക്കുന്നത്. ക്രിസ്മസ് രാവിൽ പാപ്പയും കരോൾ സംഘവും ഏറെ നേരം കാത്തുനിന്നാണ് കോഴഞ്ചേരിയുടെ സ്വന്തം സ്റ്റേ ബസ്സിനെ സ്വീകരിച്ചത്. ഓണമോ ക്രിസ്മസോ ആഘോഷമേതുമാകട്ടെ കോഴഞ്ചേരിക്കാർ അത് കളറാക്കും. 1-2 കിലോമീറ്റർ മാത്രം ചുറ്റളവുള്ള ചെറിയ പഞ്ചായത്താണ് കോഴഞ്ചേരിയെങ്കിലും സാമ്പത്തികവും സാമൂഹികവും സാംസ്കാരികവുമായ മേഖലകളിലെല്ലാം കോഴഞ്ചേരി ഏറെ മുൻപന്തിയിലാണ്. പള്ളിക്കാര്യമായാലും പള്ളിയോണത്തിന്റെ കാര്യമായാലും ജാതിമതഭേദമന്യേ കോഴഞ്ചേരി ഒറ്റക്കെട്ടാണ്. ആഘോഷപ്രിയരായ കോഴഞ്ചേരി നിവാസികൾ സൽക്കാരത്തിന് ഒട്ടും പിന്നിലല്ല. കോഴഞ്ചേരിയിലെ ഏക KSRTC സ്റ്റേ സർവീസാണ് തിരുവനന്തപുരം. ഞാൻ ജനിക്കുന്നതിന് മുമ്പുള്ള സർവീസാണെന്നും ഇവിടെ വന്ന് ഇപ്പോഴാണ് ഞാൻ അറിയുന്നത്. ഇതിൻ്റെ ആൾക്കാരുടെ സമീപനവും ഇവിടുത്തെ ഈ രീതികളെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ KSRTCയോട് തന്നെ ഒരു വലിയ ബഹുമാനവും എല്ലാം തോന്നിയിരിക്കുകയാണ്. 8 വർഷത്തെ സർവീസിൽ സ്റ്റേ സർവീസ് ഉൾപ്പെടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സർവീസാണ് കൊല്ലം കോഴഞ്ചേരി. അതിൽ ഈ സ്റ്റേ റൂമിലും എല്ലാം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. വളരെ നല്ല യാത്രക്കാരാണ്, നല്ല സമീപനമാണ്. അതുകൊണ്ട് ഞാൻ ഈ സർവീസുകൾ ഏറ്റവും ഇഷ്ടപ്പെടുന്നതാണ് കൊല്ലം കോഴഞ്ചേരി. കൊല്ലം ഡിപ്പോയിലെ ബസ്സാണ് കോഴഞ്ചേരിയിൽ നിന്ന് തിരുവനന്തപുരം സർവീസ് നടത്തുന്നത്. ബസ്സിനെയും ജീവനക്കാരെയും എന്നും കോഴഞ്ചേരി നിവാസികൾ തങ്ങൾക്കൊപ്പം ചേർത്ത് നിർത്തും. സ്ഥിരം യാത്രക്കാരെയും ജീവനക്കാരെയും ഉൾപ്പെടുത്തി വാട്സപ്പ് ഗ്രൂപ്പുമുണ്ട്. ഇതിൽ ബസ്സിന്റെ യാത്രയുടെ വിശദാംശങ്ങൾ സദാ അപ്ഡേറ്റ് ചെയ്യും. ജീവനക്കാരുടെ താമസം ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഒരുക്കാനും കോഴഞ്ചേരി നിവാസികൾ അതീവ ശ്രദ്ധ പുലർത്തുന്നവരാണ്. കോവിഡ് കാലത്ത് നിലച്ചുപോയെങ്കിലും രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ കോഴഞ്ചേരി നിവാസികൾ സമ്മർദ്ദം ചെലുത്തി ബസ് സർവീസ് പുനരാരംഭിച്ചു. ചൊവ്വാഴ്ച രാത്രി 9 മണിയോടെ കോഴഞ്ചേരിയിലെത്തിയ ബസ്സിനെ കരോൾ ഗാനങ്ങളുടെ അകമ്പടിയോടെ അണിയിച്ചൊരുക്കി സ്വീകരിച്ചു. ജീവനക്കാർക്ക് ക്രിസ്മസ് സമ്മാനങ്ങളും നൽകി. ഓണക്കാലത്തും കോഴഞ്ചേരിയുടെ സ്വന്തം സ്റ്റേ ബസ്സിനെ ഉൾപ്പെടുത്തി വിപുലമായ ആഘോഷങ്ങളാണ് കോഴഞ്ചേരി നിവാസികൾ ഒരുക്കുന്നത്. ഇവിടെ ആഘോഷങ്ങൾക്കെന്നല്ല ഒരു കാര്യത്തിനും ജാതിയും മതവും രാഷ്ട്രീയവുമില്ല. കോഴഞ്ചേരിയിൽ മാത്രമെന്താ ഇങ്ങനെയെന്ന് ചോദിച്ചാൽ കോഴഞ്ചേരി നിവാസികൾ ഒരു ചെറുചിരിയോടെ പറയും, ഇവിടെ ഇങ്ങനെയാണ് ഭായ്.